വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയങ്കുളത്ത്. നമ്മുടെ ധർമ്മദൈവാദികൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഒരുപാട് കുടുംബങ്ങളിലെ മൂർത്തികൾ നമ്മൾ ഓരോ മൂർത്തികളും വെച്ച് ആചരിക്കുന്നുണ്ട്. അതിൽ പ്രബലമായിട്ട് നിൽക്കുന്നത് കൃത്യമായിട്ട് ചിലപ്പോൾ വിഷ്ണുവായി ആയിരിക്കാം, അല്ലെങ്കിൽ ഭദ്രകാളി ആയിരിക്കാം, കരികുട്ടി ആയിരിക്കാം. ഇനി ഭദ്രകാളി മൂർത്തിനെയാണ് നമ്മൾ ഉപാസിക്കുന്നതെങ്കിൽ ആ മൂർത്തിനെ നമ്മുടെ തലമുറകളായിട്ടൊക്കെ കൊണ്ടുവന്നൊക്കെ കുടിയിരുത്തി അവർക്ക് വേണ്ടുന്ന കർമ്മകാര്യാദികളൊക്കെ നടത്തിയിട്ട് അവരുടെ അനുഗ്രഹങ്ങളൊക്കെ നിറയുള്ള കുടുംബങ്ങളായിരിക്കാം. ചില മക്കളായിട്ട് ചിലപ്പോൾ അതിനോടുള്ള ഒരു താല്പര്യം ഉണ്ടാകില്ല. എങ്കിലും ഭദ്രകാളീനെ നമ്മൾ കൃത്യമായിട്ട് ആചരിക്കുകയാണെങ്കിൽ അമ്മയുടെ അനുഗ്രഹങ്ങൾ ഏതൊരു ആപത്മുഖത്തും നമ്മളെ സംരക്ഷണത്തിന് അമ്മയുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കും. അപ്പം നിത്യം കുളി കഴിഞ്ഞ് ഭദ്രകാളിയുടെ മൂലമന്ത്രമായിരിക്കുന്ന ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമ എന്നുള്ള ആ മൂലമന്ത്രം ജപിക്കുക നിത്യം. അത് മനസ്സിന് സന്തോഷത്തോടു കൂടി വേണം ചെയ്യാൻ. അത് ആത്മാർത്ഥതയോട് കൂടിയിട്ട് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ കേട്ടു അത് ചെയ്തു, വേറെ ഒരെണ്ണം കേട്ടു അത് കേട്ടു, അപ്പൊ ഒക്കെ ഇപ്പൊ യൂട്യൂബിൽ നോക്കിയിട്ടുള്ള കാര്യങ്ങളാ, അതൊന്നും ശരിയല്ല. അപ്പൊ എങ്കിലും നമുക്ക് കൃത്യമാണ്, അല്ലെങ്കിൽ അമ്മയുടെ അനുഗ്രഹം. കാരണം എല്ലാവർക്കും അറിഞ്ഞൊന്നും വരില്ല. അങ്ങനെ പറയുമ്പോഴും ചിലപ്പോൾ നമുക്കത് ശരിയാണ് അല്ലെങ്കിൽ ചെയ്യണമെന്ന് തോന്നുന്നു. അറിവില്ലായ്മ കൊണ്ട് ചിലപ്പോൾ അതൊന്നും സ്വീകരിക്കേണ്ടിയിരിക്കുന്നുണ്ടാവും. അപ്പൊ നിത്യം അമ്മേനെ പൂജിക്കുക, കുളിക്കുക, അമ്മ പ്രാർത്ഥിക്കുക, 2 നേരം പ്രാർത്ഥിക്കുക. ആഴ്ചയിലൊരിക്കൽ അമ്മയ്ക്ക് എന്തെങ്കിലും നിവേദ്യം വെച്ച് ആചരിക്കാനായിട്ട് ശ്രമിക്കുക. അത് കുടിയിരിപ്പോ അതേപോലെ തന്നെ മറ്റുള്ളതായ സംഗതികളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ, അതായത് കല്ലും കരിക്കലൊക്കെ വെച്ചിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൂർത്തികളെ വെച്ചിട്ട് ആചരിക്കുന്നുണ്ടെങ്കിൽ, ക്ഷേത്രം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തറകളോ പതികളോ ഉണ്ടെങ്കിൽ അത് വൃത്തിയാക്കിയിട്ട് അവിടെ ആരൊക്കെയാണ് വെച്ചാൽ അവരുടെ പേര് ചൊല്ലിയിട്ട് അവിടെ കഴുകി പൂവിട്ട് ചൊവ്വയോ വെള്ളിയോ എന്തെങ്കിലും പ്രസാദം വയ്ക്കുക. എന്നും അവരുടേതായ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ഏതൊരു ആപത്ത് വന്നാലും ഭദ്രകാളി അല്ലെങ്കിൽ ധർമ്മദൈവങ്ങളെ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ അനുഗ്രഹങ്ങളെ കൊണ്ടൊക്കെ നിഷ്ഫലമാക്കി തീർക്കാനായിട്ട് കഴിയും. പിന്നെ ശക്തമായിരിക്കുന്നതായ പ്രേതദോഷങ്ങളോ ശക്തമായിരിക്കുന്നതായ ആഭിചാര ദോഷങ്ങളോ സർപ്പദുരിതങ്ങളോ ഉണ്ടെങ്കിൽ അപ്പൊ ഇതിങ്ങനെ നമ്മൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ നമുക്ക് അതൊരു തടസ്സങ്ങളോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റായ്കളൊക്കെ വരും. അങ്ങനെ ഉണ്ട് വെച്ചെങ്കിൽ അതിന് ഉചിതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം അമ്മേനെ ആചരിക്കുക. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല വെച്ചാൽ നിത്യമായിട്ട് അമ്മേനെ പ്രാർത്ഥിക്കാം, ഒരു കുഴപ്പമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഒരു കാര്യമുണ്ട്, ആ കാര്യത്തിന് പോകുന്ന കാര്യത്തിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അതിന് നമുക്ക് നമ്മുടെ അമ്മയ്ക്ക് ഈ ഭദ്രകാളിക്ക് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ അത് ശരിയാകും എന്നുള്ള വിശ്വാസം നമ്മുടെ മുന്നിലുണ്ട് വെച്ചെങ്കിൽ കൃത്യമായിട്ട് കുളിച്ച് ഈ നിവേദ്യങ്ങളൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിച്ചു പോവുക, മനസ്സ് നിറഞ്ഞു പോവുക. ആ വിശ്വാസം നമ്മളെ ഏതൊരു കാര്യത്തിലും ചതിക്കാതെ നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കും. ഏതൊരു വിശ്വാസത്തിനെയും തകർക്കാതെ ആ അമ്മ ഒപ്പം ഉണ്ടാവും. ഏതൊരു ശത്രു മുന്നിലുണ്ടെങ്കിൽ ആ ശത്രുവിനെ നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ കാര്യസാധ്യത്തിനോ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും. നമ്മളത് ശരിയായില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്തിനും ഭാഗ്യം വേണം കേട്ടോ. ആ ഭാഗ്യം ഇല്ല വെച്ചാൽ നമ്മൾ എന്ത് കാര്യം പറഞ്ഞിട്ടും കാര്യമില്ല. എന്നാൽ ഇവരെ അനുഗ്രഹമില്ല എന്നല്ല, ചിലപ്പോൾ അത് ചില സമയങ്ങളിൽ നടന്നില്ല എന്ന് വരും. അന്ന് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ, അതായത് കാര്യങ്ങള് നമ്മൾ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് ആ കാര്യം നടന്നില്ല എന്ന് കണ്ടാൽ ഇവരെന്നെ എടുത്ത് നീക്കം ചെയ്യലല്ല. അത് നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തിനെ കൃത്യമായിട്ട് ആചരിക്കും. നമ്മുടെ അച്ഛനോടും അമ്മയോടൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാം നടന്നൊന്നും വരില്ല, എല്ലാവർക്കും സാധ്യമാക്കി തരാൻ പറ്റും ഇല്ല. ആ ഒരു അഭിപ്രായത്തിൽ നമ്മൾ കൊണ്ടു നടക്കുക. അപ്പൊ എന്തായാലും ഈ ഭദ്രകാളീനെ കൃത്യമായിട്ട് ആചരിച്ചോളൂ. അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി ശത്രുദോഷങ്ങളോ കർമ്മതടസ്സങ്ങളോ ആഭിചാര ദോഷങ്ങളോ പ്രേതോപദ്രവങ്ങളോ എന്തുണ്ടെങ്കിലും അത് അമ്മയായിട്ട് തന്നെ നീക്കം ചെയ്യാനായിട്ട് മുൻപന്തിയിലുണ്ടാകും. അതുപോലെ തന്നെ വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ കുറച്ച് ഗുരുതി അമ്മയ്ക്ക് നിവേദിക്കുക. സാത്വികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ആണ് എങ്കിൽ ഗുരുതി മാത്രം വെച്ചാൽ മതി. അല്ല, മധ്യമ കർമ്മം കൂടി ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ അമ്മയ്ക്ക് കള്ള്, ഗുരുതി, തവിട് ഇതൊക്കെ ചേർത്ത് വെക്കാം. അതിന് തെറ്റില്ല. അമ്മയ്ക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. ഭദ്രകാളിക്ക് എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യുമ്പോൾ ആ കുടുംബത്തിലെ ധർമ്മദൈവാദികളോ ഗുരുമുത്തച്ഛന്മാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചേർത്ത് ചെയ്യാം. അപ്പോൾ അവരുടെ എല്ലാവരെയും അനുഗ്രഹത്തോട് എല്ലാവരും വയറെന്ന് അറിയുമ്പോൾ എല്ലാവർക്കും കർമ്മം ചെയ്യുമ്പോഴാണ് സന്തോഷം കൂടുതലുണ്ടാകുക. ഒരാൾക്ക് മാത്രമാകുമ്പോൾ ചിലപ്പോൾ അത് തൃപ്തി ചെയ്യുന്നു വരില്ല. അപ്പൊ കുടിവെച്ച് ആരാധിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ഗുരുമുത്തച്ഛന്മാരും അച്ഛനും മുത്തച്ഛനും എന്നുള്ള സങ്കല്പമുണ്ടേ, അപ്പൊ അവർക്കും ചേർത്തൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ദുരിതങ്ങളൊക്കെ മാറി അവരുടെ അനുഗ്രഹങ്ങള്, സഹായങ്ങള് അല്ലെങ്കിൽ ഇഷ്ടങ്ങള് നമ്മളിലേക്ക് ഉണ്ടാവാനായിട്ട് തുടങ്ങും. അപ്പൊ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.